الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാം അതിൽ കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കിതാബു സിയാം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്യുന്ന ഹദീസുകളാണ് ഉള്ളത്. വ്യത്യസ്ത മസ്അലകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതൊരു ഉപ അധ്യായത്തിന്റെ കീഴിലാണ്. ബാബു അഫ്ളലിസ് സിയാം വഗൈരിഹി എന്നാണ് ആ അധ്യായത്തിന് അദ്ദേഹം പേര് കൊടുത്തത്. ബാബു അഫ്ളലിസ് സിയാം വഗൈരിഹി, നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വഗൈരിഹി, നോമ്പുമായി ബന്ധപ്പെട്ട വിലക്കപ്പെട്ട നോമ്പുകളെ കുറിച്ചും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് നോമ്പ് എടുക്കാൻ പാടില്ലാത്തത് എന്നതുകൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഉപ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ റഹ്മത്താണ്. ദീനിന്റെ അർക്കാനുകളായ വളരെ അടിസ്ഥാനപരമായ അമലുകൾക്ക്, നിർബന്ധമായ അമലുകൾക്ക് അല്ലാഹു സമാനമായ തരത്തിലുള്ള സുന്നത്തായ അമലുകളും നിശ്ചയിച്ചിട്ടുണ്ട്. 5 നേരത്തെ നിസ്കാരം നമുക്കറിയാവുന്നതുപോലെ തന്നെ നിർബന്ധമാണ്. എന്നാൽ ആ നിസ്കാരത്തിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ അല്ലാഹു തആല സുന്നത്തായ നിസ്കാരങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നു. ഇത് റബ്ബ് നമ്മോട് കാണിച്ച വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം. ചിലരെങ്കിലും അത് പ്രയാസം പോലെയായിരിക്കും കാണുക സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ 5 നേരത്തെ നിസ്കാരം അതങ്ങനെ തന്നെ റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ അതിലെത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകളും ഖുശൂവും ഒക്കെ ഉണ്ടാകും. എത്രയായിരിക്കും അതിന് പ്രതിഫലം ലഭിക്കുക. എന്നാൽ ഒപ്പം അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ സുന്നത്തുകൾ കൂടി നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് അതിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹരിച്ചു തരും. ആ നിലക്കാണ് നമ്മൾ സുന്നത്തുകളെ മനസ്സിലാക്കേണ്ടത്. ചിലർ ഫർള് കഴിഞ്ഞ് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ വലിയ മടിയും പ്രയാസവുമായിരിക്കും. അപ്പൊ ഏതൊരു ഫർളിന് പിന്നിലും മുന്നിലും അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇത്തരം സുന്നത്തുകൾ ആ ഫർളിൽ വരുന്ന വീഴ്ചകൾ അത് പരിഹരിച്ചു തരാനാണ്. അതോടൊപ്പം നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനാണ്, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാനാണ്. അതുപോലെ തന്നെയാണ് നോമ്പിന്റെ കാര്യവും. ഫർളായ നോമ്പുകൾ അത് നമുക്ക് റമളാനിൽ ഒരു മാസം മാത്രമാണ്. എന്നാൽ അതിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശവ്വാലിൽ 6 നോമ്പുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നു. അതുപോലെ വർഷം മുഴുവനും സുന്നത്ത് നോമ്പുകൾ നിശ്ചയിച്ചു തന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാനും അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത്തെ ഹദീസ് عن عبد الله بن عمرو بن العاص رضي الله عنهما قال أخبر النبي صلى الله عليه وسلم أني أقول والله لا أصومن النهار ولا أقومن الليل ما عشت. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് ആണ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ പ്രഗൽഭനായ സഹാബിയാണ് അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ വാപ്പ അംർ ബിൻ ആസും റളിയല്ലാഹു അൻഹുമ. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതുന്ന കാത്തിബായിരുന്നു എന്ന് കാണാം. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ് അക്തുബു കുല്ലമാ അസ്മഉ മിൻക ഫി റിളാ വൽ ഗളബ്. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ തൃപ്തിയിലും അതുപോലെ തന്നെ കോപത്തിന്റെ സമയത്തുമൊക്കെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നത് അതുപോലെ എഴുതട്ടെയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഫഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖ. അതേ, നീ എഴുതിക്കോളൂ,
കാരണം ഞാൻ ഹക്കല്ലാതെ പറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഹദീസുകൾ ധാരാളമായി എഴുതിയെന്ന് കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് റിവായത്തുകൾ വന്നിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഈ ഹദീസുകൾ നിങ്ങൾക്ക് മനസ്സിലാകും, അദ്ദേഹം ജീവിതം മുഴുവനും ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയായിരുന്നു. രാവും പകലും ഇബാദത്ത് കൊണ്ട് അദ്ദേഹം പൂർണ്ണമായി അതിൽ മുഴുകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് പകല് മുഴുവൻ, വർഷം മുഴുവൻ നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. രാത്രി മുഴുവനും ഉറങ്ങാതെ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് പക്ഷേ അദ്ദേഹം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ രാത്രി മുഴുവനും നിസ്കാരത്തിലും പകൽ മുഴുവൻ നോമ്പിലൊക്കെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രയാസം തോന്നി. അദ്ദേഹം ഇതിന്റെ പേരിൽ എന്റെ മകൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. അതാണ് അദ്ദേഹം തന്നെ അത് റിവായത്ത് ചെയ്യുന്നത്. ഉഖ്ബിറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ടു. അൽ മുഖ്ബിർ അറിയിച്ചത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് അറിയിക്കപ്പെട്ടത്? അന്നി അഖൂൽ, ഞാൻ പറയുന്നതായിട്ട്, വല്ലാഹി ല അസൂമന്ന നഹാറ വല അഖൂമന്ന ലൈല മാ ഇഷ്തു, അല്ലാഹു ആണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകല് മുഴുവനും ഞാൻ നോമ്പെടുക്കും, രാത്രി മുഴുവനും ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഈ സഹാബിയുടെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിക്കുകയാണ്. കാരണം എന്റെ മകന് ഇങ്ങനെ ചെയ്യുക വഴി തന്റെ അഹ്ലിനോടുള്ള, കുടുംബത്തിനോടുള്ള ഹക്ക് വിടാതെ പോകുമോ എന്ന ഭയത്താലാണ് അങ്ങനെ ചെയ്തത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടനെ ചോദിച്ചു, അൻതല്ലദീ ഖുൽത ദാലിക്, നീയാണോ ഇത് പറഞ്ഞത്? കാരണം ഉപ്പ വന്ന് അറിയിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു ലഹ്, അതെ ഞാൻ പറഞ്ഞു, ഖദ് ഖുൽതുഹു ബി അബി അൻത ഉമ്മി, അതെ ഞാൻ തന്നെയാണ് താങ്കളുടെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും താങ്കൾക്ക് പകരമാകട്ടെ, ഞാൻ തന്നെയാണ് അത് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ലാ തസ്തതീഉ ദാലിക് ഫസും വഅഫ്തിർ വഖും വനം, ഫഇന്നക ലാ തസ്തതീഉ ദാലിക്, നിനക്കത് സാധിക്കുകയില്ല. പകൽ മുഴുവനും വർഷം മുഴുവനും നോമ്പെടുക്കുക, രാത്രി മുഴുവനും നിസ്കരിക്കുക എന്നുള്ളത് നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. ഫസും, നീ നോമ്പെടുക്കണം. വഅഫ്തിർ, നീ നോമ്പ് ഒഴിവാക്കുകയും വേണം. വഖും, നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. വനം, നീ ഉറങ്ങുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കുകയാണ്. പകൽ മുഴുവനും നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയോട്, സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ മുഴുവൻ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നോമ്പെടുക്കേണ്ടതില്ല, ചില ദിവസം നീ നോമ്പെടുക്കണം, ചില ദിവസം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ചില നിർദ്ദേശം കൊടുത്തു. വസും മിനശ്ശഹരി സലാസത അയ്യാം, ഓരോ മാസത്തിലും 3 ദിവസം നീ നോമ്പെടുക്കണം, നോമ്പെടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ, കാരണം ഓരോ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടിയാണ് നൽകുക. വദാലിക മിസ്ലു സിയാമിദ് ദഹർ, അങ്ങനെ നീ നോമ്പെടുത്താൽ വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ്. കാരണം ഒരു നോമ്പിന് 10 പ്രതിഫലം ലഭിക്കും. മാസത്തിൽ 3 നോമ്പെടുത്താൽ 30 ദിവസം നോമ്പെടുത്തതിന് പ്രതിഫലം ലഭിക്കും. അങ്ങനെ വർഷത്തിൽ എല്ലാ മാസവും ഇങ്ങനെ നോമ്പെടുത്താൽ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ നിനക്കാവാൻ സാധിക്കുന്നതാണ്. നീ എല്ലാ ദിവസവും അങ്ങനെ നോമ്പെടുക്കണം എന്നില്ല, ഈ രൂപത്തിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഖുൽതു, അദ്ദേഹം പറയാൻ, ഞാൻ പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ളല മിൻ സാലിക്, എനിക്ക് ഇതിനേക്കാളും അഫ്ളലായിട്ട്, കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്കതിന് കഴിവുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൈൻ, എങ്കിൽ നീ ഒരു ദിവസം നോമ്പെടുക്കുക, 2 ദിവസം നോമ്പ് ഒഴിവാക്കുക. ഒരു ദിവസം നോമ്പെടുക്കുക, 2 ദിവസം നോമ്പ് ഒഴിവാക്കുക, പിന്നെ ഒരു ദിവസം നോമ്പെടുക്കുക, പിന്നെ 2 ദിവസം നോമ്പ് ഒഴിവാക്കുക. ഈ ഒരു രൂപം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് കൂടുതൽ നോമ്പെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൻ, എങ്കിൽ നീ ഒരു ദിവസം നോമ്പെടുക്കൂ, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കിക്കോളൂ. ഫദാലിക മിസ്ലു സിയാമി ദാവൂദ്, ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ
നോമ്പിനോട് സാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ നോമ്പാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു സുന്നത്ത് നോമ്പ് ആദ്യമായി ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സുന്നത്ത് നോമ്പ് വന്നത് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് അത് ചേർത്തി പറയുന്നത്. വദാലിക മിസ്ലു സിയാം ദാവൂദ് വഹുവ അഫ്ളലു സിയാം. സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അതാണ്. ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു ഫഖുൽതു ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ എടുക്കാൻ പറ്റും. എനിക്ക് ഒരു ദിവസം ഗ്യാപ്പ് ആവശ്യമില്ല. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ വഹിക്കും, എനിക്കതിന് സാധിക്കുമെന്ന് പറഞ്ഞു. ഖാല ലാ അഫ്ളല മിൻ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇതിനേക്കാളും ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നോമ്പില്ല. വഫീ റിവായത്തിൻ, വേറെ ചില റിവായത്തിൽ കാണാം, ലാ സൗമ ഫൗഖ സൗമി അഖി ദാവൂദ് ശത്രി ദഹർ സും യൗമൻ വഅഫ്തിർ യൗമൻ. ഇതിനേക്കാളും എന്റെ സഹോദരൻ ദാവൂദിന്റെ ഒരു മാസം പകുതിയോളം എടുക്കുന്ന നോമ്പിനേക്കാളും വേറെ നോമ്പില്ല. അതുകൊണ്ട് നീ ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ ഒരു മാസത്തിൽ പകുതി അയാൾ നോമ്പുകാരനായിരിക്കും. അതാണ് സുന്നത്ത് നോമ്പ് ഒരാൾക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്, അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ലാ തദ്രി ലഅല്ലക യതൂലു ബിക ഉംറുൻ. നിനക്കറിയില്ല, ഒരു പക്ഷെ നീ ഒരുപാട് കാലം ജീവിക്കും, വയസ്സാകും, ഒരുപാട് വയസ്സ് ജീവിക്കാൻ നീ സാധ്യതയുണ്ട്. അദ്ദേഹം തന്നെ പറയാണ് പിന്നീട്, ഫലമ്മ കബിർതു വദിത്തു അന്നി ഖബിൽതു റുഖ്സത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വയസ്സായപ്പോൾ ഞാൻ ആഗ്രഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആ ഒരു റുഖ്സ എനിക്ക് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അതായത് മാസത്തിൽ 3 നോമ്പോ. അദ്ദേഹം പറയാണ്, ലഅൻ അഖൂല ഖബിൽതു സലാസത്തൽ അയ്യാം അല്ലതി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാസത്തിൽ ഒരു 3 നോമ്പ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് എന്റെ സമ്പത്തിനേക്കാൾ എന്റെ കുടുംബത്തിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത്. ഞാനത് എടുത്താൽ മതിയായിരുന്നു. ഇമാം ബുഖാരി റിവായത്ത് എന്നതിൽ കാണാം, ഫലൈതനി ഖബിൽതു റുഖ്സത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക അന്നി കബിർതു വദഉഫ്തു. കാരണം ഇപ്പോൾ ഞാൻ വളരെ ദുർബലനായി, വയസ്സായി, എനിക്കത് പതിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് എടുത്താൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിനാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം ഈ നോമ്പ് തുടരുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിവാകാനും അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ വയസ്സായത് കാരണത്താൽ അത് തുടരാനും അദ്ദേഹത്തിന് പ്രയാസമുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. ഈ ഹദീസുള്ള ഫവായിദ് ഒന്ന്, ഫദ്ലു അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് ലിഹിർസിഹി അലൽ ഇബാദ. സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. അദ്ദേഹം ഇബാദത്തിന് വേണ്ടി അങ്ങേയറ്റം തൽപരനായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫായിദ, കമാലു ശരീഅത്തിൽ ഇസ്ലാമിയ ബിഇഅതാഇ നഫ്സി ഹഖഹ അത്തഅബുദിയ വൽ മാദിയ. ദീനുൽ ഇസ്ലാമിന്റെ പരിപൂർണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിലുള്ള ഓരോ വ്യക്തിക്കും അവർക്ക് കൃത്യമായ ഹക്കുണ്ട്. പൂർണ്ണമായി പ്രയാസം സഹിക്കുന്ന, വളരെ ബുദ്ധിമുട്ടുന്ന രൂപത്തിലുള്ള ഇബാദത്തുകളൊന്നും തന്നെ അതിലില്ല. വളരെ എളുപ്പമുള്ള, ഓരോരുത്തർക്കും വഹിക്കാൻ സാധിക്കുന്ന ഇബാദത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഫായിദ, ഫളീലത്തു സിയാമി സലാസത്തി അയ്യാം മിൻ കുല്ലി ശഹർ വ അന്നഹു യഅദിലു സൗമദ് ദഹർ. ഓരോ മാസത്തിലും 3 നോമ്പെടുക്കുക എന്നുള്ളതിന്റെ ശ്രേഷ്ഠത അത് വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ തുല്യമാണ്. അത് നമുക്ക് എടുക്കാം. അന്ന അഫ്ളന മിൻ സിയാമി സലാസത്തി അയ്യാം മിൻ കുല്ലി ശഹർ അൻ യസൂമ യൗമൻ വ യഫ്തർ യൗമൻ. മാസത്തിൽ 3 നോമ്പെടുക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് മാസത്തിൽ ഓരോ ദിവസത്തിൽ ഒരു നോമ്പെടുത്ത് അടുത്ത 2 ദിവസം നോമ്പ് ഒഴിവാക്കുന്ന രീതി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളത്. അന്ന അഫ്ളല സൂമ തതവ്വുഇ അൻ യസൂമ യൗമൻ വ യഫ്തർ യൗമൻ. അടുത്തതായി പറയുന്നു, ഏറ്റവും അഫ്ളലായിട്ടുള്ള സുന്നത്ത് നോമ്പ് ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് അന്നഹാദ സൗമു നബിയില്ലാഹ് ദാവൂദ്, അല്ലാഹുവിന്റെ നബിയായ ദാവൂദിന്റെ നോമ്പാണിത്. അല്ലദി അതാഹു അല്ലാഹു തആല ഖുവ്വതൻ ഫിൽ ഇബാദ വ മുലാസിമതൻ ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ല ഇബാദത്തിനുള്ള കഴിവും ശക്തിയൊക്കെ നൽകിയ ഒരു നബിയാണ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്ജിസത്ത്, വളരെ ശക്തിയും കഴിവും ഒക്കെ നൽകിയത് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് അറിയാം. അദ്ദേഹം അങ്ങനെ നോമ്പെടുത്തിരുന്നു എന്നാണ്. അപ്പോൾ അതുപോലെ വേറെയും ചില ഫായിദകൾ പറയുന്നുണ്ട്. അന്ന സവാബൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ. ഓരോ ഹസനത്തിന്റെയും പ്രതിഫലം അത് 10 ഇരട്ടിയാണ് എന്ന് കാണാൻ സാധിക്കും. 10 ഇരട്ടിയാണ്. അതുപോലെ തന്നെ ഈ സുന്നത്ത് നോമ്പ്, അതായത് ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് കഴിഞ്ഞ ഉമ്മത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. കാരണം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാലം മുമ്പുള്ള പ്രവാചകനാണ്. അപ്പോൾ കഴിഞ്ഞ ഉമ്മത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫഖത്ത്, അനുകമ്പ നമുക്ക് കാണാം ഉമ്മത്തിനോട്. ഉമ്മത്തിന് ഏറ്റവും എളുപ്പമുള്ള പ്രയാസമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ശരി, അടുത്ത ഹദീസ്. عن عبد الله بن عمرو بن العاص رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إن أحب الصيام إلى الله صيام داود وأحب الصلاة إلى الله صلاة داود كان ينام نصف الليل ويقوم ثلثه وينام سدسه وكان يصوم يوما ويفطر يوما. ഈ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ്? ഒന്ന് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഏറ്റവും അഫ്ളലു സിയാമാണ്, ഏറ്റവും നല്ല നോമ്പാണ്. രണ്ട്, ഏറ്റവും നല്ല സുന്നത്ത് നിസ്കാരം, രാത്രി നിസ്കാരവുമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന അഹബ്ബ സിയാമി ഇലല്ലാഹ് സിയാമു ദാവൂദ്, അള്ളാഹുവിന് നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്, ഇഷ്ടമുള്ളത് സിയാമു ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ്. അതിന്റെ സിഫത്ത് നമ്മൾ മനസ്സിലാക്കി. ഒരു ദിവസം നോമ്പെടുത്തു, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അഹബ്ബ സലാത്തി ഇലല്ലാഹ് സലാത്തു ദാവൂദ്, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഏറ്റവും മുന്തിയ അള്ളാഹുവിന് ഇഷ്ടമുള്ള നിസ്കാരം ഉദ്ദേശിക്കുന്നത് രാത്രി നിസ്കാരത്തിലാണ്. അത് സലാത്തു ദാവൂദാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിസ്കാരമാണ്. കാന യനാമു നിസ്ഫല്ലൈൽ, അവിടുന്ന് രാത്രിയുടെ പകുതി ഉറങ്ങും. വയഖൂമു സുലുസ, രാത്രിയുടെ 1/3 നിസ്കരിക്കും. വയനാമു സുദുസ, രാത്രിയുടെ 1/6, അവസാനത്തെ 1/6 ഉറങ്ങുകയും ചെയ്യും. വക്കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, അവിടുന്ന് ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് അത് രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രാത്രി നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ രൂപമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രാത്രിയുള്ള നിസ്കാരം അതിന് 4 ദറജകളുണ്ട്. രാത്രി നിസ്കാരം അതിന് 4 ദറജകളുണ്ട്. അതിലേറ്റവും താഴെയുള്ള ദറജ എന്ന് പറയുന്നത്, അത് ആണ് ആദ്യമായി രാത്രി നിസ്കാരം ആരംഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്, നിലനിൽക്കാനും അതുപോലെ ഏറ്റവും നല്ലതും അതാണ്. ആദ്യം അത് ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ വിത്റാക്കുക എന്നുള്ളതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾക്ക് 3 റക്അത്ത് വിത്റാക്കാവുന്നതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾക്ക് അത് വിത്റാക്കാവുന്നതാണ്. രണ്ടാമത്തെ, അതിന് തൊട്ടു മുകളിലുള്ള പദവി എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ വിത്റാക്കുക എന്നുള്ളതാണ്. അടുത്ത ഹദീസ് അത് വരുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കുക. എപ്പോഴാണോ നമ്മൾ ഉറങ്ങുന്നത്, 10 മണിക്കാണോ 11 മണിക്കാണോ, എപ്പോഴാണോ നമ്മൾ ഉറങ്ങുന്നത്, ആ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിത്റാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളതിന് ഫضലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഓതി തീർക്കാനുള്ള ഹിസ്ബ് ഒരു ഭാഗം അത് തീർന്നിട്ടില്ലെങ്കിൽ അത് തീർത്തിട്ടേ ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം സൂറത്തുൽ മുൽക്കും ഒക്കെ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അദ്കാറുകളുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പുള്ള അദ്കാറുകളുണ്ട്. അപ്പൊ ഇബാദത്തിലായിക്കൊണ്ട് അവസാനിപ്പിച്ചിട്ട് അവസാനം ഉറങ്ങുക എന്നുള്ളതാണ് സുന്നത്ത്. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദർജ. മൂന്നാമത്തെ ദർജ എന്ന് പറയുന്നത് അത് പലരും ചെയ്യുന്ന ഒരു ദർജയായിരിക്കും. അത് ഫജ്റിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് ആ വിത്ർ നിസ്കരിച്ചു, പിന്നീട് നമ്മൾ അങ്ങനെ ഫജ്റിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് ഒരാൾ ഫജ്റിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം അയാൾ വുളു എടുത്തു, അയാൾ 3 റക്അത്തോ 5 റക്അത്തോ ഒക്കെ നിസ്കരിക്കുന്നു. അതിനുശേഷം ഫജ്റിന്റെ സമയം വരെ അയാൾ കാത്തു നിൽക്കുന്നു, അങ്ങനെ ഫജ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് അതിന്റെ മൂന്നാമത്തെ ദർജ എന്ന് പറയും. ഏറ്റവും അഫ്ളലായ ദർജയാണ്, അതിനേക്കാളും മുകളിലുള്ള ദർജയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ദർജ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിസ്കാരം എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ്? അത് കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി ഉറങ്ങും. രാത്രിയുടെ പകുതി ഉറങ്ങും. വയഖൂമു സുലുസ, പിന്നീട് ബാക്കി പകുതിയിൽ രാത്രിയുടെ 1/3 ഉണ്ടാകും. അതായത് രാത്രി 6 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 3/6 ഉറക്കമായിരിക്കും. പിന്നീടുള്ള 2/6 രാത്രിയുടെ ബാക്കിയുള്ള 1/3 എന്ന് പറയുന്നത് അത് എഴുന്നേറ്റ് നിസ്കാരമായിരിക്കും. വയനാമു സുദുസ, അവസാനത്തെ 1/6 അത് ഉറക്കമായിരിക്കും. അതായത് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് ഉറക്കമായിരിക്കും, അതിന് മുമ്പേ തന്നെ. അതായത് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഇദ്ദേഹം രാത്രി നിസ്കാരത്തിന് വേണ്ടി മാത്രമായിട്ട് എഴുന്നേൽക്കുന്ന ഒരു നിയ്യത്താണ് ഉണ്ടാവുക. മറ്റേതിൽ സുബഹിക്ക് കൂടി എഴുന്നേൽക്കേണ്ട ഒരു നിയ്യത്താണ്. ഇത് രാത്രി നിസ്കാരത്തിന് വേണ്ടി മാത്രം എഴുന്നേൽക്കുന്ന ഒരു രീതിയാണ്. അതിനുശേഷം ഉറങ്ങുക എന്നുള്ള സുന്നത്താണ്.
വിത്ർ നിസ്കാരത്തിന് ശേഷം ഉറങ്ങുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് കിടക്കുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതിലൊന്ന് ഇതാണ്, അയാളുടെ നിയത്ത് രാത്രി നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അതിനാണ് കൂടുതൽ പ്രതിഫലം. രണ്ടാമത്തേത്, അയാൾക്ക് രാത്രി നിസ്കരിച്ചതായ ക്ഷീണമൊന്നും അയാളുടെ മുഖത്ത് കാണാൻ സാധിക്കുകയില്ല. കാരണം അയാൾ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് വരുന്നത്, സാധാരണ പോലെ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും അഫ്ളലായ രീതി. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും അഫ്ളലായ രീതി നമ്മൾ പരിശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്കത് സാധിച്ചോളണമെന്നില്ല. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള രീതിയെങ്കിലും രാത്രിയിൽ തീരെ നിസ്കരിക്കാത്ത, വിത്ർ തീരെ നിസ്കരിക്കാത്ത ഒരവസ്ഥയിൽ നിന്നും മാറി ഒരു 3 റക്അത്ത് ഇശാക്ക് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പോ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ പരിശ്രമിക്കുക. ഇനി അത് നമുക്ക് പതിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫജ്റിന് മുമ്പ് എഴുന്നേറ്റിട്ട് നമ്മൾ അത് പതിവാക്കാൻ ശ്രമിക്കുക. അതിനേക്കാളും നമുക്ക് ഹിർസുണ്ട്, താല്പര്യമുണ്ട്, സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. ഇതാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പും അതുപോലെ തന്നെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാത്രി നിസ്കാരവും ഇങ്ങനെയായിരുന്നു. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഫ്ളലാക്കണമെങ്കിൽ ഈ രൂപത്തിൽ ചെയ്തോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്നത്. അതല്ലാതെ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുക, വർഷം മുഴുവനും രാത്രി മുഴുവൻ നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല. അവിടെ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. അവിടെ അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് റമളാനിലാണ്. ഒരു റമളാനിന്റെ 27 അവിടെ നിന്ന് അങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ രാത്രി മുഴുവനും ഹയാത്താക്കുക, അത് റമളാൻ പോലെയുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലാണ്. അതല്ലാത്ത സമയത്ത് രാത്രി നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള, ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഔസാനി ഖലീലി ബിസലാത്ത് സിയാമു സലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ വറകഅതൈ അദ്ദുഹ വഅൻ ഊതിറ ഖബ്ല അൻ അനാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി ബിസലാത്ത്, എന്റെ ഖലീൽ 3 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വസിയത്ത് നൽകി. ഖലീൽ എന്നുള്ള പദം അത് കൂട്ട് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും ഉന്നതമായ പദമാണ് അറബിയിൽ. അറബിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. സ്വദീഖ് എന്ന് വാക്കുണ്ട്, അത് ഒരു പദമാണ്. അതുപോലെ തന്നെയുള്ള ഖലീൽ എന്നുള്ള വാക്ക്, അത് വാക്ക് എന്ന് പറയുന്നത് ഏറ്റവും അഗാഢമായ ബന്ധം ഉണ്ടാവുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം എനിക്ക് വസിയത്തായി നൽകിയിട്ടുണ്ട് എന്നാണ്. സിയാമു സലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും 3 നോമ്പ് എടുക്കണം. വറകഅതൈ അദ്ദുഹ, ദുഹ 2 റക്അത്ത് നിസ്കരിക്കണം. വഅൻ ഊതിറ ഖബ്ല അൻ അനാം, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കണം. ഈ 3 കാര്യമാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി എന്നുള്ളതാണ്. അവിടുന്ന് അവിടുത്തെ സ്വഹാബികളിൽ ചിലരെ പ്രത്യേകമായി ഓരോ വസിയത്ത് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ പറയുന്ന 3 കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ 2 സ്വഹാബികൾക്കും നൽകി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് ഒന്ന്, അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ആണ് മറ്റൊരാൾ. ഈ 3 പേർക്കും അബൂ ഹുറൈറക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ ഉപദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപദേശം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ഉപദേശമാണ് എന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേത് സിയാമു സലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. മാസത്തിൽ ഒരു 3 നോമ്പ് നമ്മൾ എടുത്താൽ അതിന്റെ ഫദ്ല് നമ്മൾ പറഞ്ഞു, അതൊരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കും. അതുപോലെ വറകഅതൈ അദ്ദുഹ, ഈ 3 നോമ്പ് എന്ന് പറയുന്നത് സഹോദരങ്ങൾ അത് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം, ഏത് ദിവസത്തിൽ വേണമെങ്കിലും എടുക്കാം. അത് ഇന്ന് 13, 14, 15 തന്നെ ആവണം എന്ന് നിബന്ധനയില്ല. മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. എന്നാൽ ഈ 13, 14, 15 ദിവസത്തിന് പ്രത്യേകമായ ഹദീസ് വന്നതിനാൽ ആ ദിവസത്തിൽ 3 നോമ്പ് എടുക്കലാണ്, അയ്യാമുൽ ബീദിൽ എടുക്കലാണ് ഏറ്റവും അഫ്ളൽ. ഒരാൾക്കത് നഷ്ടപ്പെട്ടാൽ യാതൊരു കുഴപ്പമില്ല. 11നോ 12നോ 13നോ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് എടുക്കാം, അത് വിട്ടുവിട്ടെടുക്കാം. തിങ്കളും വ്യാഴവും എടുക്കുമ്പോൾ അടുത്ത തിങ്കളും കൂടി എടുത്താൽ ഈ 3 ദിവസത്തിലെ നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നിയത്തുണ്ടായാൽ മതി. മാസത്തിൽ 3 നോമ്പെടുക്കുക എന്നുള്ള നിയത്തുണ്ടായാൽ ആ മാസം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. കാരണം ഒരു നോമ്പ് 10 പ്രതിഫലം അതിനുണ്ട് എന്നാണ്. വറകഅതൈ അദ്ദുഹ, അതുപോലെ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് സഹോദരങ്ങളെ ദുഹാ നിസ്കാരം. 2 റക്അത്ത് ദുഹ എന്നുള്ളതാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്. റക്അതൈ അദ്ദുഹ, 2 റക്അത്ത് ദുഹ. ദുഹാ നിസ്കാരം സഹോദരങ്ങളെ അത് ആരംഭിക്കുന്നത് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം കഴിഞ്ഞു, സൂര്യൻ നമ്മുടെ കാഴ്ചയിൽ ഒരു കുന്തത്തിന്റെ അത്രയും, നമ്മുടെ കാഴ്ചയിൽ ഒരു കുന്തത്തിന്റെ അത്രയും ഉയർന്നു പൊങ്ങിയാലാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത്. അത് പണ്ഡിതന്മാർ ഇന്നത്തെ മണിക്കൂറിന്റെ കണക്കിൽ പറയുമ്പോൾ ഏകദേശം
15 മിനിറ്റ് 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് അത് മതിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചില പണ്ഡിതന്മാർ അതിനേക്കാളും കുറവ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കാഴ്ചയിൽ ഒരു കുന്തത്തിന്റെ അത്രയും സൂര്യൻ അതിന്റെ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയാൽ ഏകദേശം 15 മിനിറ്റാണ്. നമുക്ക് ദുഹാ സമയം ആരംഭിച്ചു. അതാണ് വഖ്തു ദുഹ, അവ്വലു വഖ്തി ദുഹ. ദുഹയുടെ ആദ്യ സമയം അതാണ്. അതിന്റെ അവസാന സമയം എന്ന് പറയുന്നത് ളുഹറിന്റെ സമയമാകുന്നതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പാണ്. അതായത് സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിലാകുന്ന സമയം അത് വഖ്തു നഹിയാണ്. ആ സമയം ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. ആ സമയത്ത് നിസ്കാരം പാടില്ല. പ്രത്യേക സുന്നത്ത് ഉദ്ദേശിച്ച് നിസ്കരിക്കരുത്. ളുഹറിന്റെ ഏതാണ്ട് 5-10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് അതുവരെയുള്ള സമയം. ഉദാഹരണത്തിന് ഇപ്പോൾ ളുഹർ 12:11. അപ്പൊ നമുക്കൊരു 12 മണിയോടുകൂടി നമുക്ക് ളുഹ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു 11:15 അവസാനിപ്പിക്കുകയാണെങ്കിൽ ശരി. ഈ സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ളുഹയുടെ വിശാലമായ വളരെ ദീർഘമായ സമയമാണ്. ഈ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയത്ത് നമുക്ക് പാലിക്കാൻ സാധിച്ചു. ഇതിനൊരുപാട് പ്രതിഫലമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം മുസ്ലിമിൽ കാണാൻ സാധിക്കും. നമ്മൾ നേരം പുലരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓരോ സന്ധികൾക്കും, അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ സന്ധികളും പേശികളും ഒക്കെ, അതിന് യഥാർത്ഥത്തിൽ ഓരോന്നിനും നമുക്കൊരു സദഖ ചെയ്യേണ്ട ബാധ്യതയുണ്ട് എന്നാണ്. അതിന്റെ കണക്ക് 360ഓളം പേശികളും സന്ധികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 360 സദഖ ചെയ്യേണ്ടതായ ബാധ്യത യഥാർത്ഥത്തിൽ നമുക്കുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പകരമായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു തസ്ബീഹ് ചെയ്താൽ അതൊരു സദഖയാണ്, നിങ്ങളൊരു തക്ബീർ ചൊല്ലിയാൽ അതൊരു സദഖയാണ്, നിങ്ങൾ നന്മ കൽപ്പിച്ചാൽ അതൊരു സദഖയാണ്, തിന്മ വിലക്കിയാൽ അതൊക്കെ സദഖയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ സദഖ ലഭിക്കുന്നതാണ്. പണം കൊണ്ടുള്ള സദഖ മാത്രമല്ല. പക്ഷേ ദുഹാ സമയത്തുള്ള 2 റക്അത്ത് നിസ്കാരം ഇവക്കെല്ലാം പകരമാകുന്നത്. 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇത്രയും വലിയ സദഖകൾ ചെയ്തതിന് പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളമായി അവിടുന്ന് നിസ്കരിച്ചത് കാണാൻ സാധിക്കും. 8 റക്അത്തൊക്കെ നിസ്കരിച്ചത് കാണാൻ സാധിക്കും. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു ഉപദേശത്തിൽ അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് ദുആ നിസ്കരിക്കും, പിന്നീട് അവിടുന്ന് ഉദ്ദേശിക്കുന്ന അത്ര കൂട്ടി നിസ്കരിക്കുമെന്നാണ്. ഒരു പ്രത്യേക എണ്ണം അവർ പറയുന്നില്ല. അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത് ദുഹയുടെ ഏറ്റവും കൂടിയതിന് എണ്ണമില്ല, ഒരാൾക്ക് ഇഷ്ടമുള്ളത്ര ദുഹാ സമയത്ത് ഈ 2 നിസ്കരിച്ചു കൊണ്ടേയിരിക്കാം. അത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം അത് അവസാന സമയമാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒട്ടക കുഞ്ഞുങ്ങൾ അതിന് കാല് നിലത്ത് വെക്കുന്ന സമയത്ത് എരിഞ്ഞു പൊള്ളുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും ചൂടുള്ള ആ സമയത്ത് അവസാനത്തിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് അതാണ് ദുഹയുടെ ഏറ്റവും അഫ്ളലായ സമയം എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ സമയത്ത് മസ്ജിദിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം? ദുഹയുടെ നിയത്തും കൂടിയാക്കാം. ഒരാൾ 11 മണിക്ക് മസ്ജിദിലേക്ക് കയറി വരുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് അയാൾക്ക് ദുഹയുടെ നിയത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ദുഹാ നിസ്കാരത്തിന്റെ ഈ പ്രതിഫലം ലഭിക്കും. ഇത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി ചിലർക്ക് സംശയമുള്ളതാണ്, രാവിലെയുള്ള ഇശ്റാഖ് നിസ്കാരം അത് വേറൊരു നിസ്കാരമാണോ, അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമിൻ റഹിമഹുമുള്ള പോലുള്ളവരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദുഹ എന്ന് പറയുന്നത്, ഇഷ്റാഖ് എന്ന് പറയുന്നത് അത് ദുഹയുടെ ആദ്യത്തെ വക്താണ്. അത് ആ സമയത്തിന്റെ പേരിലാണ് ഇഷ്റാഖ് എന്ന് പറയുന്നത്. നേരം പുലരുന്ന ഒരു സമയത്തിന്റെ പേരിൽ പറയുന്നതാണ്. അതല്ലെങ്കിൽ ഇഷ്റാഖും ദുഹയും ഒന്ന് തന്നെയാണ്. ഇഷ്റാഖും ദുഹയും ഒന്ന് തന്നെയാണ്. അതിന്റെ ആദ്യത്തെ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്നതിന് ഇഷ്റാഖ് എന്ന് പറയുന്നു. ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന ഇഷ്റാഖ് എന്ന് പറയുന്നു. ഒരാൾ രാവിലെ ഫജ്ർ കഴിഞ്ഞ് അദ്കാറുകളൊക്കെ ചൊല്ലി മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഈ 2 റക്അത്ത് കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ഉംറയും ഹജ്ജും ചെയ്തതിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ ഹദീസ് സ്വഹീഹാണ് എന്ന് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് സഹോദരങ്ങളെ ദുഹയുടെ ആദ്യത്തെ സമയമാണ്. ഒരാൾക്ക് ആ സമയത്ത് അത്രയും ഇരിക്കാൻ സാധിക്കുന്നില്ല, അയാൾക്ക് ദുഹ പിന്നീട് നിസ്കരിക്കുകയാണ് എങ്കിൽ അത് ഈ പറഞ്ഞ ഏറ്റവും അഫ്ളലായ സമയത്തേക്ക് മാറ്റിവെക്കാം. ഇനി അതിനു മുമ്പ് തന്നെ ജോലിക്കോ മറ്റോ ഒക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ജോലിക്ക് പോകുന്നതിന് മുമ്പേ തന്നെ, ഒരു 9 മണിക്ക് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിനു മുമ്പേ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ആ ദുഹ 2 റക്അത്തെങ്കിൽ 2 റക്അത്ത് സഹോദരങ്ങളെ നിസ്കരിക്കാം. ഈ പറയുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് 2 റക്അത്ത് ദുആ നിസ്കരിക്കുക.
അവസാനമായി പറഞ്ഞത് വനൂത്തിറ ഖബ്ല അൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിത്ർ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം അതിന്റെ അവസാനത്തിൽ നിസ്കരിക്കാണ്. ഈ ഉറങ്ങുന്നതിന് മുമ്പുള്ള വിത്ർ നിസ്കാരം രണ്ടാമത്തെ ദർജയിലേ വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ അബൂദറിനോടും അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അതുപോലെ മറ്റു ഈ പറയപ്പെട്ട സഹാബിമാരൊക്കെ ധാരാളമായി ഹദീസുകൾ പഠിക്കുകയും അത് ഹിഫ്ളാക്കുകയും അതിനുവേണ്ടി രാത്രി തൊലബുൽ ഇൽമിന് വേണ്ടി ദീൻ പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ അവർ രാത്രി ഒരുപാട് കഴിഞ്ഞിട്ട് ഉറങ്ങുകയുള്ളൂ, വേഗം ഉറങ്ങുകയില്ല. മറ്റുള്ള ആളുകളെ പോലെ നേരത്തെ ഉറങ്ങുകയില്ല, രാത്രി ഒരുപാട് വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെയാണ് ഉറങ്ങുകയുള്ളൂ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ അങ്ങനെ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അവർ സുബഹിയാകുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ അവരുടെ അവസാനത്തെ സമയത്തേക്ക്, ഏറ്റവും അഫ്ളലായ സമയത്തേക്ക് അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് വിത്ർ നഷ്ടപ്പെടാതിരിക്കാനാണ് രാത്രിയുടെ ആദ്യ സമയത്ത് നിസ്കരിച്ചിട്ട്, അഥവാ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ വലിയൊരു ഇബാദത്തിലാണുള്ളത്. ദീൻ പഠിപ്പിക്കുക, ദീൻ പഠിക്കുക, ഹദീസ് ഹിഫ്ളാക്കുക പോലെയുള്ള വലിയ ഇബാദത്താണ്. കാരണം സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും വലിയ ഇബാദത്താണ് ദീൻ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ അതിൽ ആയതുകൊണ്ട് അവർ അതിൽ മുഴുകിയാൽ അവർക്ക് ഈ ഒരു ഫضل നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ 2 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട്, എണ്ണം പറഞ്ഞിട്ടില്ല, വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ്, ഈ ഹദീസിൽ അബൂ ഹുറൈറ ഔസാനി ഖലീലി എന്നുള്ള ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞത് കാണാൻ സാധിക്കും, ഇന്നി അബ്റൗ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീല, അൻ യകൂന മിൻകും ഖലീലുൻ, ഞാൻ നിങ്ങളിൽ നിന്നും ഒരാളെ ഖലീലായി സ്വീകരിക്കുന്നതിൽ നിന്നും ഒഴിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് 2 ഖലീലുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തിരിച്ചാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ഖലീലാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ഖലീലാക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീലാക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖലീലായി സ്വീകരിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 4ാമത്തെ ഹദീസ് ഈ ബാബിലുള്ള അൻ മുഹമ്മദ് ബിൻ അബ്ബാദ് ബിൻ ജഅഫർ ഖാൽ സഅൽതു ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാ അനഹാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ജുമുഅ ഖാല നഅം വസാദ മുസ്ലിമുൻ വറബ്ബിൽ കഅബ. ഇവിടെ താബിഈയായ മുഹമ്മദ് ബിൻ അബ്ബാദ് ജഅഫർ അൽ മഖ്സൂമി അൽ മക്കി, അദ്ദേഹം സിഖത്തായ താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമയെ കാണുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ് ചോദിക്കുന്നത്? അനഹ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നത് വിലക്കിയിട്ടുണ്ടോ? അത് ഒരുപക്ഷെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാകാം. അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്വഹാബിയുടെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നതിനെ തൊട്ട് വിലക്കിയിട്ടുണ്ടോ, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബി പറഞ്ഞു നഅം. ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു വറബ്ബിൽ കഅബ, അള്ളാഹു തന്നെ സത്യം, കഅബയുടെ റബ്ബ് തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് സഹാബി അത് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കാം വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ദിവസമാണ്, അഫ്ളലുൽ അയ്യാമാണ്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്, അന്ന് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ നേരത്തെ ജുമാ ഖുതുബക്ക് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിനും അങ്ങനെ മസ്ജിദിൽ വന്ന് രണ്ട് നിസ്കരിക്കുന്നതിനും അങ്ങനെ ദിക്റുകൾക്കും ദുആകൾക്കും ഒക്കെ പ്രത്യേകം ഫضലുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സ്വാഭാവികമായും ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് ചിന്തിച്ചേക്കാം, അപ്പോൾ അന്നൊരു നോമ്പും കൂടിയായാൽ നന്നായി എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അത് വിലക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് സഹാബി പ്രത്യേകം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇല്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിന് ചില വജ്ഹുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച ആഴ്ചയിലെ ഈദാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആഴ്ചയിലെ പെരുന്നാളാണ്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന്
പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹദീസാണിത്. വെള്ളിയാഴ്ച ദിവസം മാത്രമായി അതിനൊരു ഫضലുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ പ്രത്യേകം ഫضലുണ്ട് എന്ന് വിചാരിച്ച് അന്നു മാത്രം ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതും അത് പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇൻഷാ അല്ലാഹ് വായിക്കാം. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെള്ളിയാഴ്ച ദിവസം നോമ്പ് അന്ന് മാത്രമായി നോമ്പെടുക്കുന്ന വിലക്കിക്കൊണ്ടുള്ള ഹദീസാണിത്. അടുത്ത ഹദീസ് നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول لا يصومن أحدكم يوم الجمعة إلا أن يصوم يوما قبله أو يوما بعده. സമാനമായ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. വെള്ളിയാഴ്ച മാത്രമാക്കി നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യസുമന്ന അഹദുക്കും യൗമൽ ജുമുഅ, നിങ്ങളിൽ ഒരാളും വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടില്ല. ഇല്ല യസുമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, വെള്ളിയാഴ്ച എടുക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഒരു ദിവസം നിങ്ങൾ നോമ്പെടുക്കുക, യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം കൂടി നോമ്പെടുക്കുന്ന രൂപത്തിലായിരിക്കുക. വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കാൻ പാടില്ല. അതായത് അങ്ങനെ വ്യാഴാഴ്ച കൂടി എടുക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേക ഫضല് കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അല്ലെങ്കിൽ ശനിയാഴ്ച കൂടി കൂട്ടി നോമ്പെടുക്കുക, വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നഹി സഹോദരങ്ങളെ മനസ്സിലാക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾ ബുധനാഴ്ച ഒരു നോമ്പ് എടുത്തിട്ടുണ്ടാകും, വ്യാഴാഴ്ച അയാൾ എടുക്കുന്നില്ല. വെള്ളിയാഴ്ച എടുക്കുന്ന സമയത്ത് അയാൾക്ക് സ്വാഭാവികമായി എടുക്കേണ്ടി വരും, അത് എടുക്കാവുന്നതുമാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അത് പ്രത്യേകം വന്നിട്ടുണ്ട്. ലാ തഖുസ്സു ലൈലത്തൽ ജുമുഅത്തി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി, മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച രാവിനെ, അഥവാ നമ്മളിപ്പോൾ ഉള്ള ഈ വെള്ളിയാഴ്ച രാവിനെ പ്രത്യേകം ഇബാദത്തിന് വേണ്ടി നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. വെള്ളിയാഴ്ച രാവ് ജുമാറാത്ത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഇബാദത്ത് അങ്ങനെ നിശ്ചയിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വലാ തഖുസ്സു യൗമൽ ജുമുഅത്തി ബിസിയാമിൻ മിൻ ബൈനിൽ അയ്യാം, മറ്റു ദിവസങ്ങളിൽ നിന്നും വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കാൻ നിങ്ങൾ പ്രത്യേകമാക്കാനും പാടില്ല. എന്നാൽ ഇല്ല യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും, എന്നാൽ ഒരാൾ പതിവായി നോമ്പെടുക്കുന്ന രൂപത്തിൽ അങ്ങനെ നോമ്പുണ്ടെങ്കിൽ അയാൾക്ക് എടുക്കാവുന്നതാണ്. ഒരാൾ നോർമലി എടുക്കുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ബുധനാഴ്ച എടുത്തു, ഇനി വെള്ളിയാഴ്ച എടുക്കുന്നു, വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകം ഫضല് കൽപ്പിച്ചിട്ടല്ല, മറിച്ച് എന്താണ് ചെയ്യുന്നത്, വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകം ഫضല് കൽപ്പിക്കാതെ അയാൾ ഇങ്ങനെ ഓരോ ദിവസം വിട്ട് നോമ്പെടുക്കുകയൊക്കെ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. വെള്ളിയാഴ്ച മാത്രമാക്കി എടുക്കുന്നതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയുണ്ടായി. അങ്ങനെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്, അവർ നോമ്പുകാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അസുംതി അംസി, നീ ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ടോ? ഖാലത്തില്ല, അവർ പറഞ്ഞു ഇല്ല. ഖാല അതുരീദീന അൻ തസൂമി ഗദൻ, നാളെ നോമ്പെടുക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഖാലല, അവർ പറഞ്ഞു ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫാഫ്തിരി, എങ്കിൽ നീ ഇന്ന് മാത്രമായിട്ട് അങ്ങനെ നോമ്പെടുക്കണ്ട, ഫാഫ്തിരി, നീ നോമ്പ് ഒഴിവാക്കുക, നോമ്പ് തുറന്നോളൂ. ഫാഫ്തറത്ത്, അങ്ങനെ അവർ നോമ്പ് ഒഴിവാക്കി എന്ന് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി കിതാബു സിയാമിൽ സൗമു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ നോമ്പ് എന്നുള്ള അധ്യായത്തിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പത്തെ ദിവസം ഒരാൾ എടുക്കുകയാണെങ്കിൽ എടുക്കാം, വ്യാഴവും വെള്ളിയായിട്ട് എടുക്കാം. ഇനി വെള്ളിയും എടുത്താൽ ശനിയും കൂടി എടുക്കാം, അതിൽ തെറ്റില്ല. വെള്ളി മാത്രം എടുക്കുക എന്നുള്ളതാണ് പാടില്ലാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ്, ആറാമത്തെ ഹദീസ്, عن أبي عبيد مولى بن أزهر واسمه سعد بن عبيد قال شهدت العيد مع عمر بن الخطاب رضي الله عنه فقال هذان يومان نهى رسول الله صلى الله عليه وسلم عن صيامهما يوم فطركم من صيامكم واليوم الآخر الذي تأكلون فيه من نسككم എന്നാണ് ഉള്ളത്. പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല, രണ്ട് പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കൽ നിഷിദ്ധമാണ് എന്നറിയിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസ് റിവായത്ത് എന്ന താബിഈയായ ഉബൈദ്, സഅദ് ബിൻ ഉബൈദ് മൗല, അദ്ദേഹമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഷഹിദുൽ ഈദ മഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഒരിക്കൽ പെരുന്നാൾ നിസ്കാരത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, അദ്ദേഹമാണെന്ന് ഖത്തീബ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരിക്കും, ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഫഖാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാനി യൗമാനി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമിഹിമ, ഇത് അദ്ദേഹം മിമ്പറിൽ അദ്ദേഹം ഖുതുബയിൽ പറഞ്ഞതാണ് എന്നാണ്
മനസ്സിലാവുന്നത്. ഹാദാനി യൗമാനി നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമിഹിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ദിവസത്തിലെ നോമ്പ് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ 2 എന്ന് പറയുമ്പോൾ ഒരു ദിവസമേ അന്നുള്ളൂ. രണ്ടാമത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തെ പെരുന്നാളാണ്. യൗമു ഫിത്രിക്കും മിൻ സിയാമിക്കും, നിങ്ങൾ നോമ്പെടുത്തിട്ടുള്ള ഈ ഫിത്ർ ദിവസം, അതാണ് ഒന്ന്, അതായത് ചെറിയ പെരുന്നാൾ ദിവസം. വൽ യൗമുൽ ആഖർ, രണ്ടാമത്തെ ദിവസം, അല്ലദീ തഅകുലൂന ഫീഹി മിൻ നുസുകിക്കും, അല്ലദീന തഅകുലൂന ഫീഹി മിൻ നുസുകിക്കും. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നുസുക്കിൽ നിന്നും നിങ്ങളുടെ അറവിൽ നിന്നും നിങ്ങൾ തിന്നുന്ന ദിവസം, അതായത് ഈദുൽ അദ്ഹയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 ദിവസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇല്ലത്ത് കാരണം വളരെ വ്യക്തമാണ്. ഒന്ന്, പെരുന്നാൾ ദിവസം നോമ്പിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. 30 അല്ലെങ്കിൽ 29 ദിവസം എടുത്തിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു താലയ്ക്ക് ശുക്ർ കാണിക്കാനാണ് പെരുന്നാളുള്ളത്. അപ്പോൾ നോമ്പിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം പെരുന്നാൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നമ്മൾ ഉദ്ഹിയത്ത് അറക്കുന്ന ദിവസമാണ്. ആ ഉദ്ഹിയത്തിൽ നിന്നും കഴിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ 2 ദിവസത്തിലും നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് പാടില്ല, അത് ഒരു ഘട്ടത്തിലും പാടില്ല. നമുക്ക് വെള്ളിയാഴ്ച നോമ്പിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് വ്യാഴാഴ്ച നോമ്പെടുത്താൽ അത് അനുവദനീയമാകുന്നുണ്ട്, ശനിയാഴ്ച നോമ്പെടുക്കുമ്പോൾ അനുവദനീയമാകുന്നുണ്ട്. എന്നാൽ പെരുന്നാളില്ല. അതിന് പിറ്റേ ദിവസം നോമ്പെടുത്തുകൊണ്ടോ തലേ ദിവസം നോമ്പായതുകൊണ്ടോ അത് അനുവദനീയമാകുന്നില്ല. പെരുന്നാൾ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ഇവിടെ ഒരു പ്രത്യേക ഒരു കുറിപ്പ് പറയുകയാണ്. കാരണം പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ ചിലർ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ലോകത്തൊരു പണ്ഡിതന്മാരും പറയാത്തതായ ഒരു വാദം ചിലപ്പോൾ പ്രചരിപ്പിക്കാറുണ്ട്. ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെരുന്നാൾ ഉണ്ടായാൽ ആ പെരുന്നാളിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നോമ്പെടുത്താൽ ഈ ഹദീസിന്റെ പരിധിയിൽപ്പെടും, നിങ്ങൾ നിഷിദ്ധമാണ് ചെയ്യുന്നത്, ഹറാമാണ് ചെയ്യുന്നത്, നോമ്പ് ഒഴിവാക്കണം എന്ന രൂപത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, പണ്ഡിതന്മാർക്കിടയിൽ വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം തന്നെയാണ് മാസപ്പിറവി. അത് ലോകം മുഴുവനായിട്ട് ഒരൊറ്റ കാഴ്ച മതിയോ, അതല്ല ഓരോ മത്ലഇനും ഓരോ ചന്ദ്രന്റെ ഉദയസ്ഥാനത്തിനും പ്രത്യേകം കാഴ്ച വേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതനും, ഒറ്റ കാഴ്ച മതി എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അതിനെതിരായിട്ടുള്ള അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളോട് നിങ്ങൾ ആ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നാട്ടിൽ പെരുന്നാളായതിനാൽ നിങ്ങൾ നിഷിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് ഫത്വ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ചില ആളുകൾ അത് ബാഹ്യമായി ചില ഫത്വകൾ മാത്രം മനസ്സിലാക്കുകയും ആ രൂപത്തിൽ അവരുടെ നാടുകളിൽ ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിക്കുന്ന, നിങ്ങൾ ഹറാമ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിപ്പിക്കുന്ന അവസ്ഥ, അത് ശരിയല്ല, അതൊരിക്കലും ശരിയായ അഭിപ്രായമേ അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, ഏഴാമത്തെ ഹദീസ്, عن أبي سعيد الخدري رضي الله عنه قال نهى رسول الله صلى الله عليه وسلم عن صوم يومين الفطر والنهر وعن الصماء وأن يحتبي الرجل في الثوب الواحد وعن الصلاة بعد الصبح والعصر أخرجه مسلم بتمامه وأخرج البخاري الصوم فقط. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം നോമ്പെടുക്കുന്നത് വിലക്കുന്നു, 2 രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി വിലക്കുന്നു, 2 നേരത്തുള്ള നിസ്കാരവും വിലക്കുന്നു. 2 ദിവസത്തിലുള്ള നോമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമൈൻ അൽ ഫിത്രി വൻ നഹർ, ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ ബലി പെരുന്നാൾ, ഈ 2 ദിവസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേതൊരു വസ്ത്രധാരണ രീതിയാണ്. ഒന്ന് അസ്സമ്മാ എന്ന് പറയും. അസ്സമ്മാ എന്ന് പറയുന്ന വസ്ത്രധാരണ രീതി അത് പണ്ഡിതന്മാർ 2 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മനസ്സിലാക്കുക, അസ്സമ്മാ എന്ന് പറയുന്ന രീതി ഒരു പ്രത്യേക ടൈപ്പ് വസ്ത്രമാണ്. ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല മാത്രമേ ഉണ്ടാവുള്ളൂ, കൈക്ക് ഇടാനുള്ള പ്രത്യേകം ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ തലയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും, നമ്മൾ പൂർണ്ണമായി ഒരു ചുറ്റിപ്പൊതിഞ്ഞതുപോലെ ഉണ്ടാകും. ഈ വസ്ത്രം എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്നത്? കാരണം ഈ വസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കൈ കൊണ്ട് ചെയ്യേണ്ടതായ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, കൈ മുഴുവൻ ചുറ്റിയിട്ടാണുള്ളത്. അയാൾ പൂർണ്ണമായി വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ കൈ പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഒരാൾക്ക് മുഖത്ത് തൊടണമെങ്കിൽ കഴിയൂല, ഇങ്ങനെ ഒറ്റ വസ്ത്രമാണ്, കഴുത്തു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അവസരത്തിൽ അയാളുടെ ഔറത്ത് വെളിവാകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ വസ്ത്രം ഒരാൾ ധരിച്ചതിന് അയാൾ സ്വാഭാവികമായിട്ട് കൈ പുറത്തേക്ക് എടുക്കുമ്പോൾ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഉള്ളിൽ വേറെ വസ്ത്രം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അതാണ് ഒരു രൂപം പറഞ്ഞത്. വേറെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് വസ്ത്രം ഇതേപോലെ ഇട്ടിട്ട് ഒറ്റ വസ്ത്രമേ ഉള്ളൂ, എന്നിട്ട് കഴുത്ത് അതിങ്ങനെ വെളിവാകുന്ന രൂപമാണ്. ഒരു കഴുത്തിലേക്ക് മാത്രം, നമ്മൾ
ഇഹ്റാമിലുള്ളൊരു വസ്ത്രത്തിന്റെ മറ്റൊരു രൂപം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പുരുഷന്മാരായിരിക്കും അത് കൂടുതൽ ധരിക്കുക, അത് പാടില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് അസ്സമ്മ എന്ന് പറയുന്ന രൂപം. രണ്ടാമത് പറഞ്ഞു അൻ യഹ്തബിയ റജുലു ഫി الثوبിൽ വാഹിദ്. അൻ യഹ്തബിയ റജുൽ, ഇഹ്തിബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ടുകാലിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിരിക്കുക എന്നാണ്. പലപ്പോഴും നമ്മൾ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാല് നാട്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ തറയിൽ ഇരുന്നിട്ട് കാലിങ്ങനെ രണ്ട് കാലുകളും നാട്ടിയിട്ട് നമ്മൾ അതിന്റെ മുട്ടിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ഇഹ്തിബ എന്ന് പറയുന്നത്. പക്ഷെ അത് ഫി الثوبിൽ വാഹിദ്, ഒറ്റ വസ്ത്രം ധരിച്ചു വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം ഉള്ളിൽ ഒരു ലിബാസ് ഉള്ളിലിട്ടാൽ, ഒരു സിർവാൽ ദാഖിലി, ഉള്ളിലൊരു പാന്റ് സിർവാൽ ഉള്ളിലിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിൽ മറയുന്ന ഔറത്ത് മറയുന്ന ഒരു വസ്ത്രം ഉള്ളിൽ ധരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒറ്റ വസ്ത്രം മാത്രം ധരിച്ച ഒരാൾ ഈ രൂപത്തിലിരുന്നാൽ അയാൾ ഔറത്ത് വെളിവാകും. അപ്പൊ ഈ രണ്ട് രൂപവും നിഷിദ്ധമാക്കിയത് ഔറത്ത് വെളിവാകാതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് രൂപവും നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ ഔറത്ത് വെളിവാകുന്നില്ല, ഉള്ളിൽ വേറെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നിഷിദ്ധം ഇല്ല എന്നാണ്, ഈ കറാഹത്തില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ ഇരിക്കാവുന്ന ഒരാൾക്ക് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തെറ്റില്ല, നിരുപാധികമായ തെറ്റല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഔറത്ത് വെളിവാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു മര്യാദ ഇരിക്കുന്ന സമയത്ത് പാലിക്കാം. ഔറത്ത് വെളിവാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ രണ്ട് നിസ്കാരം അനി സ്വലാത്തി ബഅദ സുബ്ഹി വൽ അസ്ർ, സുബ്ഹി നിസ്കാരത്തിന് ശേഷവും അസ്ർ നിസ്കാരത്തിന് ശേഷവും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ, നിരുപാധികമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് പാടില്ല എന്നാണ്. എന്നാൽ കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു അത് അനുവദനീയമാണ്. ഒരാൾ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരു കാരണമാണ്. മസ്ജിദിലേക്ക് പ്രവേശിച്ചു എന്നുള്ള കാരണം അതുണ്ട്. അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് ഒരാൾക്ക്, ഫജറിന് ശേഷം വന്ന ഒരാൾക്കും അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരിക്കാവുന്നതാണ്. അസ്റിന് ശേഷം വന്ന ഒരാൾക്കും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇരിക്കാവുന്നതാണ്. ഇത് കാരണമുള്ള നിസ്കാരമാണ്. എന്നാൽ അതല്ലാതെ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് നിസ്കാരം ഏത് സമയത്തും അനുവാദമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് 2 റക്അത്ത് ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി അസ്റിന് ശേഷവും അതുപോലെ ഫജറിന് ശേഷവും തിരഞ്ഞെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. വിലക്കിയതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് കുഫാറുകൾ അവരുടെ ആരാധനകൾ നടത്തുന്ന സമയമാണ്. അതിനോട് സാദൃശ്യം പോലും വെക്കാതിരിക്കാൻ. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. പക്ഷേ കുഫാറുകൾ, പ്രത്യേകിച്ചും അബ്ദുഷംസ്, സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ടാകും. സൂര്യന്റെ അടിമകൾ ആയിട്ട് അങ്ങനെ അഭിനയിക്കുന്ന ആളുകളുണ്ടാകും. സൂര്യനെ ആരാധിക്കുന്നതായ ആളുകളുണ്ടാകും. സൂര്യ നമസ്കാരം അവർ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴൊക്കെയാണ് അത് നിർവഹിക്കുക. ആ സമയത്ത് റബ്ബിനുള്ള ഇബാദത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട എന്നാണ് പറയുന്നത്. അതിനോടൊരു സാദൃശ്യവും വേണ്ട. ഇതൊക്കെ ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ നിഷിദ്ധമാക്കുന്ന രീതിയാണ്. അത് ഈ സമയത്തുള്ള നിസ്കാരം അത് വേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുദ്രി رضي الله عنه أن النبي صلى الله عليه وسلم قال من صام يوما في سبيل الله بعد الله وجهه عن النار 70 خريفا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഫീ സബീലില്ലാഹ് ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാർ 70 ഖരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന്റെ മുഖത്തെ നരകത്തെ തൊട്ട് 70 വർഷം വഴിദൂരം അകറ്റുന്നതാണ് എന്നാണ്. 70 വർഷം അകറ്റുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 വർഷം അകറ്റുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ ഫضل അറിയിക്കുന്ന ഹദീസാണ്. ഇതിൽ ഫീ സബീലില്ലാ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രബലമായ ഒരു അഭിപ്രായം അത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ജിഹാദിനെ കുറിച്ചാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹ് ആ ഒരു അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചത്. അതായത് മൻസാമ യൗമൻ ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ ഫിൽ ജിഹാദ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന സമയത്ത് നോമ്പും കൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴുള്ള പ്രതിഫലമാണ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും 70 ഖരീഫ്, 70 വർഷം വഴിദൂരം അല്ലാഹു തആല വിദൂരമാക്കും എന്നുള്ളതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഫീ സബീലില്ലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി
റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പെടുക്കുക എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അത് അള്ളാഹുവിന് വേണ്ടി ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളതും ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് റബ്ബിന്റെ ഫദ്ലിൽ, അവന്റെ ഔദാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം. നോമ്പെടുക്കുന്നതിന് ധാരാളം സുന്നത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. ഇത് സാധാരണ ഓരോ സുന്നത്ത് നോമ്പിനും ഇത് കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഉറപ്പായിട്ടുള്ള കാര്യം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന സമയത്തുള്ള സുന്നത്ത് നോമ്പാണ്. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പ്രയാസമാകുന്ന ഒരു ഘട്ടം ഒരാൾക്കുണ്ടായാൽ ആ സുന്നത്ത് നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. അതല്ല എങ്കിൽ ഇത് അയാൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. രണ്ടും അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തത്. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും അഫ്ളലായ നോമ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സുന്നത്തായ നോമ്പുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും അഫ്ളലായ രൂപം ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പ് വിലക്കപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ശനിയാഴ്ച ദിവസം മാത്രമായി നോമ്പ് എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ നമുക്കറിയാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ ശനിയാഴ്ച ഒരു നിലക്കും നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. അത് ജുംഹൂറായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ശനിയാഴ്ച ദിവസം മാത്രമായി ഒരാൾ നോമ്പെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന് ചില രൂപങ്ങളുണ്ട്, വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഫർളായ നോമ്പുകളാണ് എങ്കിൽ റമളാനിലെ നോമ്പ്, അതുപോലെ റമളാനിലെ ഖളാ വീട്ടാനുള്ള നോമ്പ്, അങ്ങനെയുള്ള നോമ്പൊക്കെയാണ് എങ്കിൽ അതിൽ യാതൊരു സംശയവുമില്ല, ഫർളായ നോമ്പ് ശനിയാഴ്ച ദിവസം എടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. രണ്ടാമത്തെ രൂപം ഒരാൾ വെള്ളിയാഴ്ച നോമ്പെടുത്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കി, വെള്ളിയാഴ്ച എടുത്ത ആളോട് പിറ്റേ ദിവസം നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയും ശനിയും ഒരാൾ നോമ്പെടുക്കുന്നുണ്ട് എങ്കിൽ അതും തെറ്റായ കാര്യമല്ല. മൂന്നാമത്തെ രൂപം അയ്യാമുൽ ബീദ് നോമ്പ്, മാസത്തിലെ 13, 14, 15 അത് ശനിയാഴ്ച വരികയാണ് എങ്കിൽ, അതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ ശനിയാഴ്ച ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ദുൽഹിജ്ജ 9ന്റെ നോമ്പ് അറഫ നോമ്പ് ശനിയാഴ്ച വരികയാണ് എങ്കിൽ, ആഷൂറ നോമ്പോ താസുവ നോമ്പോ ഒക്കെ ശനിയാഴ്ച വരികയാണ് എങ്കിൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ല. നാലാമത്തെ രൂപം എന്ന് പറയുന്നത് ഒരാൾ സ്ഥിരമായി എടുത്തു പോരുന്ന രൂപം. നേരത്തെ നമ്മൾ സിയാമു ദാവൂദ് പറഞ്ഞു, ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കുന്നു, ഒരു ദിവസം ഒഴിവാക്കുന്നു. ആ രൂപത്തിലും ശനിയാഴ്ച ദിവസം വരികയാണ് എങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി അഞ്ചാമത്തെ രൂപമാണ് സഹോദരങ്ങളെ, ഇതിൽ മാത്രമാണ് അദ്ദേഹം പറയുന്നത്, അത് ശനിയാഴ്ച ദിവസം പ്രത്യേകമായി സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ള കാര്യമാണ്. ശനിയാഴ്ച ദിവസം ഒരാൾ പ്രത്യേകം പ്രതിഫലം ഉദ്ദേശിച്ച് ശനിയാഴ്ചയെ പ്രത്യേകമാക്കി നോമ്പെടുക്കുക എന്നുള്ള വിഷയമാണ് ഖിലാഫുള്ളത്. അതിലാണ് ഖിലാഫുള്ളതായിട്ട് പറയുന്നത്. അതിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സ്വഹീഹാണെങ്കിൽ മാത്രമാണ് അതിന്റെ ഹുക്മ് സ്ഥിരപ്പെടുകയുള്ളൂ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. പല ആളുകളും പറഞ്ഞിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ ഇദ്തിറാബുണ്ട്. ഹദീസ് വ്യത്യസ്ത റിവായത്തുകൾ, അതിന്റെ മഅനക്ക് വ്യത്യസ്ത രൂപങ്ങളിലാണ് വന്നിട്ടുള്ളത്, ഒരേ ആശയത്തിലല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതിന്റെ സിഹത്തിൽ ബഹുഭൂരിപക്ഷവും അത് സ്വഹീഹല്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് അത് വരുന്നില്ല. പക്ഷെ നമുക്ക് സൂക്ഷ്മതക്ക് സഹോദരങ്ങളെ ശനിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കുക എന്നുള്ളതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച നോമ്പെടുത്താൽ ഒപ്പം ശനിയാഴ്ച എടുക്കുന്നതിന് തെറ്റില്ല. എന്നാൽ അറഫ നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള ആഷൂറ താസുവ ഒക്കെ വരുന്ന സമയത്ത് ചില ആളുകൾ, ഈ അഭിപ്രായം സ്വീകരിച്ച ആളുകൾ ഈ വിഷയത്തിൽ വളരെയധികം പരിധി വിട്ടുകൊണ്ട് അതിൽ ചർച്ചകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പണ്ഡിതന്മാർ ആ രൂപത്തിൽ ആരും ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളും അത് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൽമില്ല, നിങ്ങൾ സലഫിയത്തിൽ നിന്ന് പുറത്താണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്, കൂടിപ്പോയാൽ ആ വിഷയത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഹദീസ് സ്വഹീഹാണെങ്കിൽ, സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ശനിയാഴ്ച മാത്രം ഒരാൾ ഫദ്ൽ ഉദ്ദേശിച്ച് നോമ്പെടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. അതല്ലാത്ത രൂപങ്ങളിൽ ആഷൂറ നോമ്പ് വരുന്നതിനോ താസുവ നോമ്പ് വരുന്നതിനോ അറഫ നോമ്പ് വരുന്നതിനോ ഒന്നും വിലക്കില്ല എന്നാണ് വളരെ പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത്. ആ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.